Hello guys, welcome back to another video. So ഇന്നത്തെ വീഡിയോ ഗൈസ് ഒരു 60-65,000 രൂപയുടെ PC ബിൽഡ് വീഡിയോ ആണ്. PC ബിൽഡ് എന്ന് ഞാൻ പറയുന്നില്ല, PCക്ക് വേണ്ട സ്പെസിഫിക്കേഷൻസിനെ പറ്റിയും എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ സ്പെക്ക് യൂസ് ചെയ്യുന്നതെന്നുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. So without wasting much time, this is Prashant with Blessing B. Simon and you're watching GeekBoZ. ഗൈസ്, ആദ്യം തന്നെ നമ്മുടെ പ്രൊസസ്സർ ചോയ്സ് ആണ് നമ്മൾ നോക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 6-7 മാസത്തിന് മുമ്പ് റൈസൺ 5 3500X ഈ ഒരു പ്രൈസിന് അവൈലബിൾ ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രൊസസ്സറിന്റെ ഒരു വലിയൊരു ഹ്യൂജ് ഷോർട്ടേജ് ആണ് ഇപ്പോൾ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സംസാരിക്കുന്ന ടൈം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഒക്ടോബർ മാസം 2021 അപ്പോൾ മേ ബി കുറച്ച് മാസം കഴിയുമ്പോഴത്തേക്കും ഈ സ്പെക്ക് മാറി നമുക്ക് റൈസണിലോട്ട് തന്നെ തിരിച്ചു പോകാൻ പറ്റിയേക്കാം. പക്ഷേ അറ്റ് പ്രസന്റ് സിറ്റുവേഷനിൽ ആ പ്രൈസിന് നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് വാല്യൂ ഫോർ മണി എന്നുള്ളൊരു പോസിബിലിറ്റി നോക്കണമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്റലിന്റെ കോർ i5 1004000F ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. 6 കോറും 12 ത്രെഡ്സും അവൈലബിൾ ആണ്. അറൌണ്ട് 4.30 GHz വരെ ടർബോ ബൂസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബേസ് ക്ലോക്ക് 2.90 ഉള്ളൂ. എന്നിരുന്നാലും നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസസ്സറാണ്. ഇതൊരു 15,000 തൊട്ട് 16,000 രൂപയോളം മാർക്കറ്റ് പ്രൈസസ് വരുന്നുണ്ട്. പലയിടത്തും പല പ്രൈസസ് ആണ്. അതുകൊണ്ട് തന്നെ ചെക്ക് ചെയ്യാൻ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും നോക്കാം. ഇതൊരു ഗെയിമിംഗ് പ്ലസ് ബേസിക് ബഡ്ജറ്റ് എഡിറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സജസ്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊസസ്സറാണ് കേട്ടോ. ഗൈസ്, അടുത്തതായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് മദർ ബോർഡ് ആണ്. ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഇന്റലിന്റെ പ്രൊസസ്സർ ചൂസ് ചെയ്യുമ്പോൾ ഇന്റലിന്റേതായ കുറച്ച് മദർ ബോർഡ്സ് കാറ്റഗറി ഉണ്ട് സോക്കറ്റ് ആയിട്ട്. അതായത് 460, 560 കാറ്റഗറി. നിങ്ങൾക്ക് വേണമെങ്കിൽ 410 510 ഒക്കെ വേണമെങ്കിൽ ഈ ഒരു ബഡ്ജറ്റ് യൂസ് ചെയ്യാം. ഞാൻ ഇതിൽ 560 ആണ് ചൂസ് ചെയ്തത്. ഇതൊരു ക്ലയന്റ് റിക്വയർമെന്റ് കൂടെയാണ്. അപ്പോൾ ഈ 560 വെക്കുമ്പോൾ എന്തൊക്കെയാണ് ബെനിഫിറ്റ് ഉള്ളത്? നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ i7 അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 560 വെച്ച് ഉപയോഗിക്കാം. എന്നാൽ 410 510 അത്ര സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പവർ ഫേസോ അല്ലെങ്കിൽ ഓവർ ക്ലോക്കിങ്ങിനൊന്നും റെക്കമെൻഡഡ് ബോർഡ് അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ബഡ്ജറ്റ് വളരെ കുറവാണ്, നിങ്ങൾ ഓവർ ക്ലോക്കിംഗ് ഒന്നും കോൺഷ്യസേ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 410 മദർ ബോർഡ് ആയിരിക്കും. ഇനി കുറച്ചും കൂടെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്രൂഫ് ആക്കണം എന്നുണ്ടെങ്കിൽ 560. ഞങ്ങൾ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ആസ്റോക്കിന്റെ B560M Pro 4 ആണ്. ഈ ഒരു മദർ ബോർഡ് ഒരു മൈക്രോ ATX മദർ ബോർഡ് ആണ് വിത്ത് 4 RAM സ്ലോട്ട്. PCI Gen 4 സപ്പോർട്ട് ഉണ്ട്. പിന്നെ M.2 2 സ്ലോട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ കുട്ടി ബോർഡാണ് എന്നുണ്ടെങ്കിലും എല്ലാ ഫീച്ചേഴ്സും പവർ പാക്ഡ് ആയിട്ട് ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഫ്യൂച്ചർ പ്രൂഫ് എബിലിറ്റി ഒക്കെ നമുക്ക് ഇതിൽ അഡീഷണൽ ആഡ് ഓൺസും കസ്റ്റമൈസേഷൻസും കൊടുക്കാൻ നമുക്ക് എല്ലാ പ്രൊവിഷൻസും ഉണ്ട്. ARGB ലൈറ്റ് പോർട്സുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു സാധാരണ മദർ ബോർഡിലൊക്കെ പൊതുവെ 1-2 പോർട്ടൊക്കെ കാണാറുള്ളൂ ലൈറ്റിന്റെ സിങ്ക് ചെയ്യാൻ. ഇത് പക്ഷേ പോളിക്രോം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വെച്ച് നിങ്ങൾക്ക് 2 ARGB കണക്ഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിത്ത് Type-C. വളരെ നോട്ടബിൾ ആയുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ 8,000-9,000 റേഞ്ചിലൊന്നും പൊതുവെ Type-C പോർട്ടുകൾ വരാറില്ല. ഇതൊരു അഡ്വാൻറ്റേജ് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ബോർഡിന്റെയും ഞാൻ അഗെയിൻ ഒരു 9,000 റേഞ്ചിലൊക്കെ വരും. ഇതിന്റെ വലിയ ബോർഡ് ഉണ്ട്, ATX സൈസ് ബോർഡ് ആണെങ്കിൽ അറൌണ്ട് ഒരു 10,200 ആ റേഞ്ച് ഒക്കെ കിട്ടും കേട്ടോ. ഗൈസ്, അടുത്തതായിട്ട് റാം ചോയ്സ് ആണ്. നമ്മളിവിടെ റാം ചോയ്സ് ആയിട്ട് 8GB G-Skill Ripjaws 3200 MHz ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ Corsair XPG യൂസ് ചെയ്യാം. XPG ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും, കാരണം ബഡ്ജറ്റ് വളരെ കുറവാണ്. അറൌണ്ട് ഒരു 2550 പ്ലസ് ആ റേഞ്ചൊക്കെ, ഒരു 2800 റേഞ്ചിനൊക്കെ നമുക്ക് 8GB XPG റാം കിട്ടും. ആ റാം ആയാലും നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, റാം നിങ്ങൾ 16GB സജസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എഡിറ്റിംഗ് പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ സ്ട്രീമിങ്ങും എഡിറ്റിംഗും ആണെങ്കിൽ 16GB റെക്കമെൻഡഡ് ആണ്. എന്നാൽ ബഡ്ജറ്റ് ഗെയിമിംഗ് പ്ലസ് ഒരു മൈൽഡ് എഡിറ്റിംഗ് ഒക്കെ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് 8GB വെച്ച് പോകാം. പിന്നീട് ഫ്യൂച്ചറിൽ ആഡ് ഓൺ ചെയ്യാനുള്ള പോർട്സും ഇതിൽ അവൈലബിൾ ആണ്. ഗൈസ്, ഇവിടെ ഉപയോഗിക്കുന്ന SSD എന്ന് പറയുന്നത് XPGയുടെ 256GB M.2 NVMe ആണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് XPGയുടെ സീരീസ്. ഇവിടെ നേരത്തെ നമുക്ക് കിങ്സ്റ്റൺ ഒക്കെ യൂസ് ചെയ്യാമായിരുന്നു. ജിഗാബൈറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയണമല്ലോ. അതുകൊണ്ട് ഞാൻ പേഴ്സണലി സ്പീക്കിംഗ് ജിഗാബൈറ്റ് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് WD, സാംസങ്, അതേപോലെ XPG ഇങ്ങനത്തെ ബ്രാൻഡ്സ്, കിങ്സ്റ്റൺ, ഡെഫിനറ്റ്ലി ഈ 4 ബ്രാൻഡ്സ് നമുക്ക് റെക്കമെൻഡഡ് ലിസ്റ്റിലുള്ളതാണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് XPGയുടെ 256GB M.2 NVMe വിത്ത് ഹീറ്റ് സിങ്ക്. ഹീറ്റ് സിങ്ക് ഒരു അഡീഷണൽ ആഡ് ഓൺ മാത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഹീറ്റ് സിങ്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു മദർ ബോർഡിൽ അഡീഷണൽ ആർമർ ഷീൽഡ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഹീറ്റ് സിങ്ക് ഇല്ലാത്ത സീരീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ വെക്കാം. ഇനി ഹീറ്റ് സിങ്ക് ഉള്ള SSD ആണ് നിങ്ങൾ എടുക്കണമെങ്കിൽ താഴത്തെ M.2 സ്ലോട്ടിലും വെക്കാം. അപ്പോൾ M.2 ഇതൊരു 3000 റേഞ്ചിനകത്തൊക്കെ നിങ്ങൾക്ക് M.2 NVMe കിട്ടും. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ സാറ്റ എടുത്ത് അബദ്ധം കാണിക്കരുത്.
ഗൈസ്, അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാർഡ് ഡിസ്ക് ആണ്. 1 TB WD ബ്ലൂ ആണ് നമ്മൾ ഈ ഒരു ബിൽഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 TB ഒക്കെ ആക്കാം, പക്ഷെ 1 TB ആവശ്യമേ ഉള്ളൂ ബഡ്ജറ്റ് ഗെയിമിങ്ങിന് വേണ്ടി. അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം WD ഈസ് ദ ബെസ്റ്റ് ബ്രാൻഡ്. ഗൈസ്, അടുത്ത ചോയ്സ് ഗ്രാഫിക്സ് കാർഡ് ആണ്. ഗ്രാഫിക്സ് കാർഡിന്റെ വലിയൊരു ഷോർട്ടേജ് ആണ് ഈ ഒരു സമയത്തും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഗ്രാഫിക്സ് കാർഡിന് വേണ്ടി നിങ്ങൾ ദയവ് ചെയ്ത് കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല ആരെയും. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ 1050 Ti ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 1650 1050 Ti തമ്മിൽ നേരത്തെ ഒരു താരതമ്യേന ഒരു 6 മാസം മുമ്പ് ആണെങ്കിൽ ഒരു 2000-3000 രൂപ ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിയർലി 6000 തൊട്ട് 10,000 രൂപ വരെയാണ് പല ആൾക്കാരും പല റേറ്റിനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 1650 ഇപ്പോൾ ഈ സമയത്ത് ഒക്ടോബർ 2021 സജസ്റ്റീവ് അല്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് 1050 Ti Inno 3D കാർഡാണ് വിത്ത് GTX 4GB. GTX 1050 Ti 4GB. അതൊരു OC എഡിഷൻ ഒന്നും അല്ല, ജസ്റ്റ് ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ് കാർഡാണ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഏതായാലും ഗെയിമിംഗ് ആയിക്കോട്ടെ, അത്യാവശ്യം ബഡ്ജറ്റ് എഡിറ്റിംഗ് ആയിക്കോട്ടെ, ഇതെല്ലാം ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് നടത്തുകയും ചെയ്യാം. അതുകൂടാതെ ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് 1050 Ti. ഇത് വാല്യൂ കൂടെ നോക്കുകയാണ് ഞാൻ, ഒരു പലയിടത്തും പല പ്രൈസസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ടബിൾ എന്ന് നോക്കിയിട്ട് വേണം എടുക്കാൻ. അത് ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ. അറൗണ്ട് ഒരു 18,000 to 19,000 rupees വരെയൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ. പൊതുവെ റേറ്റ് കുറഞ്ഞിരുന്ന സമയത്ത് 12,000 തൊട്ട് 13,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ ഈ കാർഡിന്റെ വില. അടുത്തതായിട്ട് PSU സെഗ്മെന്റ് ആണ്. PSU നിങ്ങൾക്കറിയാം, ഇതിൽ നമുക്കൊരു 450 watts മതിയായിരുന്നു. 450 wattsന്റെ കുളമഷ്റോ ആൻഡൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറച്ചും കൂടി 1000 രൂപയോളം കുറഞ്ഞ് നിങ്ങളുടെ ഈ ഒരു ബഡ്ജറ്റിൽ നിർത്താൻ പറ്റും. പക്ഷേ ഇതൊരു ക്ലൈം ബിൽഡ് ആയതുകൊണ്ടും ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടും നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കുളമഷിന്റെ മാസ്റ്റർ വാട്ട്സ് Elite 550 watts ബ്രോൺസ് സർട്ടിഫൈഡ് PSU ആണ്. ഇതൊരു മോഡുലാർ PSU എന്നൊന്നും പറയാനില്ല. 5 year വാറണ്ടി കവേർഡ് ആണ്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു 16cc സൂപ്പറും അല്ലെങ്കിൽ 16cc Ti വരെയൊക്കെ നിങ്ങൾക്ക് ഈസിലി അപ്ഗ്രേഡ് ചെയ്യാനും പറ്റും. കാരണം ഈ ഒരു ബിൽഡിന് നമുക്ക് ബോട്ട്നെക്കിംഗ് വരാതെ യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു എന്താ പറയുക PSU ധാരാളം മതിയാവും. കാരണം അങ്ങനത്തെ കാർഡ്സേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. RTXന്റെ 2060 വരെ നമുക്ക് ഈ 550 wattsൽ പുൾ ചെയ്യാൻ പറ്റും. നമ്മളത് ആൾറെഡി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മോർ ദാൻ ദാറ്റ് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ PSU ഒന്ന് കുറച്ചും കൂടെ കൂട്ടണമെങ്കിൽ അങ്ങനെ, അതായത് 3060 3070 ഒക്കെ നിങ്ങൾ വെക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു 650 watts 750 watts ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് കുറഞ്ഞത് കൊണ്ടും നമ്മുടെ ഒരു പർപ്പസ് ഇത്ര ആയതുകൊണ്ടും ഡെഫിനറ്റ്ലി 550 watts ഈസ് മോർ ദാൻ എനഫ്. ഗൈസ്, അടുത്ത അവസാനമായിട്ട് പറയാനുള്ളത് ക്യാബിനറ്റിനെ പറ്റിയാണ്. ക്യാബിനറ്റ് സത്യം പറഞ്ഞാൽ നമുക്ക് നിയർലി 20-30 മോഡൽസ് ആണ് ക്യാബിനറ്റ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ക്യാബിനറ്റിൽ ഇത് വേണോ അത് വേണോ എന്നുള്ളത് ഈ പേഴ്സണൽ ചോയ്സ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് സെഗ്മെന്റിൽ ഒരു 2500-3000 രൂപയ്ക്കകത്തുള്ള ക്യാബിനറ്റ് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് തെർമൽ ടെക്കിന്റെ V250 TG എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ട്. അതിൽ 3 ARGB ഫാൻസ് ഫ്രണ്ടിലും ഒരു എക്സോസ് ഫാനും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അഡീഷണൽ ഫാൻസ് വാങ്ങിച്ച് പൈസ കളയോ അല്ലെങ്കിൽ എഫിഷ്യൻസി കുറഞ്ഞ ഒരു ക്യാബിനറ്റോ അല്ല. അത്യാവശ്യം നല്ല രീതിയിൽ എയർ ഫ്ലോ ഒക്കെ ഉള്ളൊരു മോഡലാണ്. പിന്നെ ലുക്കിന്റെ വൈസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കസ്റ്റമൈസബിൾ ആണ്. ഇങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ് ഒരു 5000 റേഞ്ചിനകത്തൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ് കൂൾ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ആൻടെക് ചൂസ് ചെയ്യാം. ആന്റി സ്പോർട്സ്, കൂളർ മാസ്റ്റർ എല്ലാം വളരെ പ്രിസൈസും സോളിഡും ആയിട്ടുള്ള ക്യാബിനറ്റ്സ് ആണ്. അത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുയോജ്യമായിട്ട് എടുക്കാം കേട്ടോ. ക്യാബിനറ്റ് വേരി ചെയ്യുന്നതനുസരിച്ച് പ്രൈസസിൽ ചെറിയ ചേഞ്ചസ് വരും. അപ്പോൾ 60 to 65K ആണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്പെക്ക് വെച്ച് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ പറയുന്നതിനേക്കാളും ഞാൻ കുറച്ചും കൂടി ഡിഫൈൻഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ തന്നെ നോക്കാവുന്നതേ ഉള്ളൂ. ഗൈസ്, അപ്പോൾ നമ്മുടെ ബെഞ്ച് മാർക്ക് റിസൾട്ട്സും എല്ലാം നിങ്ങൾ കണ്ടു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്, ഇതേപോലത്തെ ബഡ്ജറ്റ് PC ബിൽഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന ഒരു കണ്ടന്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ പോലത്തെ ഇനിയും കണ്ടന്റ്സ് നമുക്ക് ഇനിയും വരുന്നുണ്ടാവും. ഡെഫിനറ്റ്ലി നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമന്റ്സ് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനി Q&A സെക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി കേട്ടോ. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും പ്രശാന്ത് ആവി സൈനിങ് ഓഫ്.